നമ്മുടെ സംസ്ഥാന സർക്കാർ അയച്ച മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ചന്ദ്രകുമാർ നമ്മോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലേക്ക്. ഇന്നലെ നമ്മൾ റോഡിൻ്റെ അപ്പുറത്ത് മറ്റേ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഏകദേശം ഒരു 6 മീറ്റർ ഹൈറ്റിൽ മണ്ണുണ്ട്. ഏകദേശം ഒരു 500 മീറ്റർ ലെങ്ത്തിൽ ആ മണ്ണ് ഇടിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിന് നടുക്കായി വണ്ടി ഉള്ളത്. അതാണ് GPS പ്രകാരം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത്. ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് അറിയുന്നത് ഓണർക്ക് അറിയുള്ളൂ. മാറ്റമുണ്ട് പോയിന്റ് എത്താൻ 100 മീറ്ററോളം മണ്ണ് മാറ്റിയാലേ അവിടെ എത്തുള്ളൂ. ശ്രമകരമാണ്. ഭയങ്കര ഹൈറ്റ് 6 മീറ്റർ ഹൈറ്റിൽ മണ്ണുണ്ടല്ലോ അവിടെ. അതിപ്പോൾ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. JCB 3 JCB വരാൻ പറഞ്ഞിട്ടുണ്ട്. 3 JCB പിന്നെ 3 ഹിറ്റാച്ചൊക്കെ വന്നിട്ട് ഇന്ന് മണ്ണ് മാറ്റുന്നൊക്കെ പറഞ്ഞത്. ഇന്ന് ഏകദേശം ഉച്ചയോടെ മിക്കവാറും കണ്ടെത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. GPS ഇപ്പോഴും എങ്ങനെ കിട്ടുന്നത്? ഇപ്പോൾ ഓഫിലാണല്ലോ. അത് ഓണർക്കല്ലേ അറിയുള്ളൂ. ആ മണ്ണ് കുറച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇടിയുന്നുണ്ട്. നമ്മുടെ ഈ ശിരൂരിൽ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ മറ്റൊരു വാർത്താ സംഘം നയിക്കുന്നത് അരുൺ പാറക്കലാണ്. അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വിവരം ലഭിച്ചോ? പറയൂ. SKN പ്രധാനമായും ഈ ഒരു രക്ഷാദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാലാവസ്ഥയാണ്. ഇന്നിപ്പോൾ ഈ ജില്ലയിൽ, ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യുമെന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇരുട്ടുമൂടിയൊരു അന്തരീക്ഷമുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ആ ദൃശ്യങ്ങൾ, നമുക്ക് അതിനടുത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ അരുൺ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ്, നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം മാറിയാണ് ഇപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ SKN ആ വലിയ കുന്ന് അത്തരത്തിലുള്ള ഒരു വലിയ മൺകൂരയാണ് ഇടിഞ്ഞിരിക്കുന്നത്. അതിന് താഴെ കൂടിയാണ് ഈ കൊച്ചി പനവേൽ ദേശീയപാത. ആ ദേശീയപാതയിലേക്ക് ആ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അത്രത്തോളം ഉയരത്തിൽ, അത്രത്തോളം ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് ഇവിടെയുള്ള ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട്. കൊങ്കൺ റെയിൽപാത കൂടി ഇതിനടുത്തുകൂടി പോകുന്നുണ്ട്. എന്തായാലും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, രക്ഷാപ്രവർത്തകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ കാലാവസ്ഥയാണ് എന്നാണ് കഴിഞ്ഞ 2 ദിവസമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നും സമാനമായൊരു അന്തരീക്ഷമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ, അതിരാവിലെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാമെന്നൊരു പ്രതീക്ഷയായിരുന്നു ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്കുമൊക്കെ ഉണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. ആ സമയത്ത് ലൈറ്റുകളൊക്കെ തന്നെ കൊണ്ടുവന്ന് ഈ രക്ഷാപ്രവർത്തനം രാത്രിയും തുടരാനുള്ളൊരു സാഹചര്യമൊക്കെ കണക്കാക്കിയിരുന്നു. പക്ഷേ കനത്ത മഴയുണ്ടായിരുന്നു, ഒപ്പം ഇരുട്ടുണ്ടായിരുന്നു, ശക്തമായ കാറ്റ്. ഇന്നലെ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ പുലർച്ചെ 3 മണിയോടുകൂടി ഈ പ്രദേശത്ത് എത്തിയ സമയത്ത് തന്നെ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടായിരുന്നു. വാഹനങ്ങളൊന്നും പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു അന്തരീക്ഷം ഉണ്ടായത്. അത്രത്തോളം ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ നിലവിൽ കുറച്ച് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഇരുട്ടുമൂടിയ അന്തരീക്ഷം തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ പെയ്യാമെന്നൊരു സാഹചര്യം ഇവിടെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജനവാസ മേഖലയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കാടാണ്. ആ കാട് വലിയ കുന്നിൻ പ്രദേശമൊക്കെ ഉണ്ട്. ഈ കുന്നാണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ദേശീയപാതയിൽ, അതായത് കൊച്ചി പനവേൽ ദേശീയപാതയിൽ ഈ ഭാഗത്ത്, ഈ പ്രദേശത്ത് പലയിടങ്ങളിലായി ഇങ്ങനെ വലിയ രീതിയിലുള്ള മൺകൂനകളുണ്ട്. ഈ മൺകൂനകളൊക്കെ തന്നെ ഈ ശക്തമായ മഴയത്ത് മണ്ണൊലിച്ച് താഴേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ പല ഭാഗത്തും കണ്ടതാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെയും ഉണ്ടായത്. അങ്ങനെ ഒരു അപകടമാണ് ഇവിടെയും ഉണ്ടായത്. എന്തായാലും ആ റഡാർ സംവിധാനം ഇവിടേക്ക് എത്തിക്കണം. അത് 8:30 തന്നെ എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. രാവിലെ 6:15 ഈ രക്ഷാദൗത്യത്തിനുള്ള ആദ്യ സംഘങ്ങൾ ഇവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി കൂടുതൽ ഉപകരണങ്ങൾ, ആധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ആ ഭാഗത്തേക്ക് എത്തണം. ഒപ്പം നേരത്തെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ച പോലെ തന്നെ 100 മീറ്റർ ഓളം അകലേക്ക് ആ മണ്ണ് മാറ്റി പോകേണ്ടതുണ്ട്. ഇന്നലെയൊക്കെ 2 ഭാഗത്തു നിന്നും മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥർ പ്രധാനമായും നടത്തിയിരുന്നു. പക്ഷേ ഈ 2 ഭാഗത്തു നിന്നും മണ്ണ് മാറ്റുന്ന സമയത്ത് ഈ മണ്ണ് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകാനുള്ള ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് ഈ മണ്ണ് താഴേക്ക് ഇറങ്ങിപ്പോകുന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് നോക്കുന്നത് റഡാർ സംവിധാനം എവിടേക്ക് എത്തിച്ചതിന് ശേഷം ആ GPS ലൊക്കേഷൻ കൃത്യമായി കണ്ടുപിടിച്ച് ആ ലോറി എവിടെയുണ്ട്, ഈ ഭാരത് ബെൻസിന്റെ ആ വാഹനം എവിടെയുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഈ അതിനുള്ളിൽ കിടക്കുന്ന അർജുനെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തുന്നത്.